മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ, ഇരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഞാൻ കോൺഫ്ലോറും മൈദപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. മൈദപ്പൊടി ഏകദേശം 5 ടേബിൾ സ്പൂണും കോൺഫ്ലോർ 4 ടേബിൾ സ്പൂണുമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മസാലകളുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പതുക്കെ നമുക്ക് കോൺഫ്ലോറും അതുപോലെ തന്നെ മൈദപ്പൊടിയും കുറച്ചായി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് തീരെ വെള്ളം ചേർക്കേണ്ടതില്ല. കാബേജിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കാണും. കുറച്ചായി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായി മാറ്റി വെക്കാം. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളകളുടെ വലിപ്പം കൂട്ടിയോ കുറച്ചോ എടുക്കാം. ചെറിയ ഉരുളകളാക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. എല്ലാം ഒന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നു. ചെറിയ ബോൾ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ വെള്ളം കയ്യിൽ എടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഉരുളകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആ ബാറ്റർ മുഴുവൻ ഉരുളകളാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റൗ കത്തിച്ച് നമ്മൾ ഈ കാബേജ് ഉരുളകളെ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 2 സ്പൂണോളം കോൺഫ്ലോറും കൂടി കലക്കി വെക്കുന്നുണ്ട്. ഓൾറെഡി കലക്കിയെടുക്കുന്നുണ്ട്. ഓരോ ഉരുളകളും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ലവണ്ണം ചൂടായതിന് ശേഷം ഉരുളകൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ബോൾസ് എല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഫുൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ അത് ഫ്ലെയിം കുറച്ചെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്, നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്.
ഇതിലേക്ക് ഞാൻ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിയും സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. അതുപോലെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നു. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ഡാർക്ക് സോയാ സോസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. നമുക്കറിയാം ചൈനീസ് ഡിഷിൻ്റെ ഒരു പ്രത്യേകതയാണ് പലതരത്തിലുള്ള സോസുകൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഈ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും മറ്റും കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഒഴിച്ച് നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നു. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ബോൾസ് ഇട്ട് കൊടുക്കുന്നു. എല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന വിഭവമാണ് ഇത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയനും കൂടി അവസാനമായി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.